വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 3, 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊവനർഗസ് എന്ന് പേര് നൽകിയ സെബദിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത്. വചന വിചിന്തനം. അപ്പോസ്തലന്മാരുടെ വിളിയും ദൗത്യവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം. ദൈവം മോശയ്ക്ക് സിനായ് മലയിൽ വച്ച് 10 കൽപ്പന നൽകിയതുപോലെ യേശു മലമുകളിലേക്ക് കയറി തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാനായി ശിഷ്യന്മാരെ വിളിക്കുകയും ദൗത്യം നൽകുകയും ചെയ്യുന്നു. യേശുവിന് അനേകം അനുയായികളുണ്ടെങ്കിലും അവരിൽ നിന്ന് 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ പ്രയത്നത്തിൻ്റെയോ യോഗ്യതകളുടെയോ ഫലമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. യേശു ശിഷ്യന്മാരെ വിളിച്ചത് കൂടെ ആയിരിക്കുവാനും, ബീയിങ് വിത്ത്, അവന് വേണ്ടി പ്രവർത്തിക്കുവാനും, വർക്കിംഗ് ഫോർ ആണ്. കൂടെ ഇരിക്കുന്നതാണ് പരമപ്രധാനമായ ദൗത്യം. അതിൽ നിന്നാണ് പ്രവൃത്തി ഒഴുകേണ്ടത്. എന്നാൽ പലരും ദൈവവിളിയെ യേശുവിന് വേണ്ടിയുള്ള പ്രവൃത്തിയായി മാത്രം കരുതുന്നു. യേശു പേരു ചൊല്ലി വിളിച്ച അപ്പോസ്തലന്മാർ അസാധാരണ വ്യക്തികളല്ല, മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഒരർത്ഥത്തിൽ സാധാരണ വ്യക്തികൾ അസാധാരണ പ്രവൃത്തികൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലന്മാരിൽ ചിലർ സഹോദരങ്ങളാണ്, ചിലർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്, വേറെ ചിലർ രാഷ്ട്രീയ എതിരാളികളാണ്. വീണ്ടും ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള സാധാരണക്കാരായ വ്യത്യസ്ത വ്യക്തികളെ കൊണ്ട് യേശു തൻ്റെ ദൈവരാജ്യം തുടർന്നു കൊണ്ടുപോകുന്നു. ഓരോ വിളിക്കും അതിൻ്റേതായ ദൗത്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.